ഇപ്പോൾ ചക്കയുടെ സീസണാണ്. എല്ലായിടത്തും ചക്ക ഉണ്ടാകും. നമ്മൾ കഴിച്ച ശേഷം വലിച്ചെറിയുന്ന ചവണിയും മടലും മതി നല്ല ഒരു ജൈവവളം കടലാസ് ചെടിക്ക് ഉണ്ടാക്കാൻ. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കടലാസ് ചെടിക്ക് ഇമ്പോർട്ടൻസ് ആയ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഈ കടലാസ് ചെടി വയ്ക്കുക. ചെടിക്ക് വളം ചെയ്ത് കൊടുത്താലും നല്ല വെയിലില്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ പൂക്കൾ കുറയും. നിങ്ങളുടെ കടലാസ് ചെടിയിൽ നിറയെ പൂക്കളുണ്ടോ? എത്ര കളറാണുള്ളത്? ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചെടി പൂവിടാൻ പൊട്ടാസ്യം ധാരാളം വേണം. വീട്ടിൽ തന്നെ ഉള്ള ജൈവ വളമാണ് ഈ ചെടികൾക്ക് ഞാൻ കൂടുതലും നൽകുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒന്നാണ്, ഉള്ളിയുടെ തൊലി അഴുകി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പൂക്കളില്ലെങ്കിൽ മാത്രം അതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെയാണ് പഴത്തിൻ്റെ തൊലയും. അതും ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ച ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ 2 ആഴ്ചയിലൊരിക്കൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് എപ്പോഴും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും. അതുപോലെ കഞ്ഞിവെള്ളവും നമ്മൾ എടുക്കുന്ന അളവിൻ്റെ 4 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകും, അത് ശ്രദ്ധിക്കുക. പിന്നെ നന്നായി വെയിൽ ലഭിച്ചില്ലെങ്കിൽ ഇലകൾ തഴച്ചു വളരുകയും പൂക്കൾ കുറയുകയും ചെയ്യും. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് അടിച്ച് അതിൻ്റെ മുകളിലാണ് ഈ ബോഗൺവില്ലയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. സ്ഥലം കുറവുള്ളവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം ചെടികൾ വളർത്താം. കുറച്ച് ദിവസത്തിന് മുന്നേ വീഡിയോ കാണിക്കാൻ വേണ്ടി എൻ്റെ ഒരു ബോഗൺവില്ലയിൽ നിന്ന് ഒരു ചെറിയ കമ്പൊടിച്ച് ഞാൻ വെച്ചതാണ്. അത് ഇപ്പോൾ നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. ഇത് ടെറസിന് മുകളിൽ ഇരിക്കുന്ന കടലാസ് ചെടിയാണ്. കടലാസ് ചെടിയുടെ പൂക്കളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ നീക്കം ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ചെടിയുടെ ചെറിയ കമ്പുകളൊക്കെ ഒന്ന് കോതി കൊടുക്കാം. എന്നാൽ വലിയ കമ്പുകളൊന്നും ഈ സമയത്ത് നമ്മൾ മുറിച്ച് കൊടുക്കരുത്. അങ്ങനെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കൾ കുറയാൻ കാരണമാകും. ഇത് ഒരു ഹൈബ്രിഡ് ബോഗൺവില്ലയാണ്. ഇതിൽ നിറയെ പൂക്കളൊക്കെ കരിഞ്ഞു നിൽക്കുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്നതിനോടൊപ്പം ഇതിൽ കരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ചെടിയിലെ കരിഞ്ഞ പൂക്കളൊക്കെ എടുത്ത് മാറ്റുക. അതിൻ്റെ അടുത്തായി നിൽക്കുന്ന മറ്റൊരു ബോഗൺവില്ലയിൽ പൂക്കൾ തീരെ കുറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വളമൊക്കെ നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പൂക്കളുള്ള സമയത്ത് നമ്മൾ പൂക്കളിൽ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മൾ പൂക്കളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ വേഗം പൊഴിഞ്ഞു പോകും. സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ചെടിയുടെ പൂക്കളിൽ വീഴാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, ഈ കടലാസ് ചെടിയിലാണ് പൂക്കൾ തീരെ കുറഞ്ഞത്. ഇനി നമ്മൾ ഫെർട്ടിലൈസർ ഏതാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച കമ്പോസ്റ്റ് ബിന്നിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയത്. സാധാരണ ബിന്നിൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും കൂടുതൽ ചക്കയും ഇട്ടു. അതിനുശേഷം ഇനോക്കുലം അടങ്ങിയ ചകിരിച്ചോറ് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇനോക്കുലം അടങ്ങിയ ചകിരിച്ചോറില്ലെങ്കിൽ സാധാരണ ചകിരിച്ചോറും അതിനോടൊപ്പം കമ്പോസ്റ്റും ഇട്ട് കൊടുത്താൽ മതി. കുറച്ചു മാത്രം വേസ്റ്റും കൂടുതൽ ചക്കയുമാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചക്കയിൽ നിന്നുള്ള ലിക്വിഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതാണ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാത്തത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്.